നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആലപ്പുഴ ഹരിപ്പാട് കരിവാറ്റയിൽ നടന്ന ഗൃഹനാഥന്റെ കൊലപാതകം, ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ ചില വിവരങ്ങളിലേക്കാണ് പോകുന്നത്. ഈ പെൺകുട്ടി നിരന്തരം മൊഴിമാറ്റുകയാണ്. പോലീസിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുകയാണ് 13 വയസ്സുകാരി. അതായത് ഈ കൊലപാതകവും കവർച്ചയും ആസൂത്രണം ചെയ്തെന്ന് പോലീസ് കണ്ടെത്തിയ 13-കാരിയായ കൊച്ചുമകൾ നിരന്തരം മൊഴിമാറ്റുന്നത് അക്ഷരാർത്ഥത്തിൽ പോലീസിനെ സംബന്ധിച്ച് വലിയൊരു അവരെ കുഴയ്ക്കുകയാണ്. ദുരുദ്ദേശത്തോടെ പെരുമാറിയതിലെ പക എന്ന് ഒരിക്കൽ പെൺകുട്ടി പറയുന്നു. മാത്രമല്ല, മറ്റൊരിക്കൽ പറയുന്നു തന്നെ കള്ളി എന്ന് വിളിച്ചതിൻ്റെ പകയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ്. ആദ്യം പറഞ്ഞത് ദുരുദ്ദേശത്തോടെ പെരുമാറിയതിലെ പക കാരണമാണ് മുത്തച്ഛനെ കൊലപ്പെടുത്താൻ സുഹൃത്തിനോട് ആവശ്യപ്പെട്ടത് എന്നായിരുന്നു പെൺകുട്ടിയുടെ ആദ്യ ദിവസം നൽകിയ മൊഴി. പക്ഷേ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം മോഷ്ടിക്കാനുള്ള ശ്രമം മുത്തച്ഛൻ കണ്ടുപിടിച്ചു. ഇതിനു പിന്നാലെ മുത്തച്ഛൻ വഴക്കു പറഞ്ഞു. ഇതിനെ തുടർന്നാണ് കൊല ആസൂത്രണം ചെയ്തതെന്നാണ് കഴിഞ്ഞ ദിവസം പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി. ഇതിലേതാണ് വിശ്വസിക്കേണ്ടത്? എന്താണ് ശരിക്കുമുള്ള കാരണം? അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടാകുന്നു. ഉത്തരം കിട്ടാതെ ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. 14-ാം തീയതി രാത്രി 8 മണിക്ക് ശേഷം നടന്നതായാണ് 2 സംഭവങ്ങളും പറയുന്നത്. വയോധികനും കൊച്ചുമകളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. പിറ്റേന്ന് രാത്രി കൊലപാതകം. കവർച്ചയും കൊലപാതകവും ആസൂത്രണം ചെയ്തത് കൊല്ലത്തുള്ള കൂട്ടുകാരനാണെന്നും അവൻ നിർബന്ധിച്ചപ്പോഴാണ് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തതെന്നുമാണ് പെൺകുട്ടി വീണ്ടും മൊഴി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ സമയം ഓരോ മൊഴി ഇങ്ങനെ പറഞ്ഞ് ഈ അന്വേഷണത്തെ ആകെ മൊത്തം കുഴയ്ക്കുകയാണ് ഈ പെൺകുട്ടി. അതുകൊണ്ട് തന്നെ പോലീസ് സംഘം അടുത്ത നീക്കം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയും കൗൺസിലറുടെയും സാന്നിധ്യത്തിൽ കുട്ടിയെ ചോദ്യം ചെയ്യുക എന്നതാണ്. ആ ഒരു തീരുമാനത്തിലേക്കാണ് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഇതിനായി ശിശുക്ഷേമ സമിതിയുടെ സഹായം പോലീസ് തേടിയിരിക്കുകയാണ്. മുത്തച്ഛൻ മോശമായി പെരുമാറിയതോടെ താൻ മുറി പൂട്ടിയാണ് കിടന്നതെന്നും പിറ്റേന്ന് രാവിലെ കരുവാറ്റിലുള്ള സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയെന്നുമാണ് കുട്ടി ആദ്യ മൊഴി നൽകിയത്. അവിടെ വെച്ചാണ് കൊല്ലത്തുള്ള കൂട്ടുകാരനെ ഫോണിൽ വിളിച്ച് മുത്തച്ഛനെ കൊലപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടതെന്നും പറഞ്ഞിരിക്കുന്നു. പക്ഷേ സ്വർണം സൂക്ഷിച്ച അലമാര സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തുറക്കാൻ ശ്രമിച്ചത് മുത്തച്ഛൻ കണ്ടതാണ് കൊലയ്ക്ക് പ്രേരണയായതെന്നാണ് രണ്ടാമത്തെ മൊഴി. കൂട്ടുകാരന് ബൈക്കും തനിക്ക് ഐഫോണും വാങ്ങാൻ വേണ്ടിയാണ് സ്വർണം മോഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചത്. മുത്തശ്ശൻ വഴക്കു പറഞ്ഞു, ശാസിച്ചു, അമ്മയോട് പറയുമെന്ന ഭീഷണി ഉയർത്തി. ഇതോടെ വൈരാഗ്യമായി എന്നും കുട്ടി പറയുന്നുണ്ട്. പിന്നീടാണ് കൂട്ടുകാരനെതിരെ മൊഴി നൽകിയത്. മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ട മൊഴിയാണ് കൂടുതൽ വിശ്വസനീയമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്തായാലും ബാഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞു എന്ന രീതിയിൽ ഒരു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല, മോഷണ ശ്രമം കണ്ടുപിടിച്ചു. ഇതിലേതാണ് യഥാർത്ഥ കാരണം? എന്താണ് കൊലയ്ക്ക് കാരണമായത്, അല്ലെങ്കിൽ കൊല ചെയ്യണമെന്ന തീരുമാനത്തിലേക്ക് നയിക്കപ്പെട്ടത് ഏത് സാഹചര്യത്തിലാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അന്വേഷണ സംഘത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനുള്ള നീക്കങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു നീക്കം കേസുമായി ബന്ധപ്പെട്ടുണ്ടായി. മോഷണം മുതൽ വിൽക്കാൻ സഹായിച്ച കൊല്ലം പരവൂർ കല്ലുംകുന്ന് സ്വദേശിയെ സാക്ഷിയാക്കാൻ പോലീസ് നീക്കം. കവർന്ന സ്വർണം ഒളിപ്പിക്കാനും വിൽക്കാനും സഹായിച്ച ഈ 21-കാരനെ കേസിൽ പ്രതി ചേർക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇയാളുടെ സാക്ഷിമൊഴി പോലീസിലെ കണ്ടെത്തലുകൾക്ക് ബലം നൽകുമെന്ന നിയമോപദേശം കിട്ടി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സാക്ഷിയാക്കുക എന്ന നീക്കത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുകയാണ്. പരവൂർ സ്വദേശികളായ 3 ആൺകുട്ടികൾ 15-ാം തീയതി രാത്രിയോടെ ഹരിപ്പാട്ടെത്തുകയും കൊലപാതകം നടത്തിയ ശേഷം 16-ന് പുലർച്ചെയാണ് പരവൂരിലെത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. കരുവാറ്റിൽ നിന്ന് കവർന്ന 4.5 പവൻ സ്വർണം ഇവർ സുഹൃത്തായ കല്ലുംകുന്ന് സ്വദേശിയെ ഏൽപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് 1 ഗ്രാം തൂക്കം വരുന്ന മോതിരം 16,500 രൂപയ്ക്ക് വിറ്റ് പണം പ്രതികൾക്ക് നൽകിയതായി യുവാവ് പോലീസിന് മൊഴി നൽകി. ബാക്കി സ്വർണ്ണാഭരണങ്ങൾ ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പന നടത്തിയ മോതിരം പരവൂരിലെ ജ്വല്ലറിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മോതിരം വാങ്ങിയ ജ്വല്ലറി ഉടമയും കേസിൽ സാക്ഷിയാകും. പ്രതികളിൽ ഒരാളുടെ അമ്മയുടെ സ്വർണ്ണാഭരണമാണെന്നും അമ്മയുടെ ചികിത്സയ്ക്കായി ഇത് പണയം വയ്ക്കാൻ സഹായിക്കണമെന്നും പറഞ്ഞാണ് തന്നെ ഏൽപ്പിച്ചതെന്നാണ് കല്ലുംകുന്ന് സ്വദേശി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതേസമയം പെൺകുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് കോഴിക്കോട്ട് ഒബ്സർവേഷൻ ഹോമിലേക്കാണ് അയച്ചിരിക്കുന്നത്. പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളെ ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോമുകളിലും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട കുട്ടികളെ ഗവൺമെൻറ് ഒബ്സർവേഷൻ ഹോമിലുമാണ് പാർപ്പിക്കുക.
പെൺകുട്ടികളുടെ ഒബ്സർവേഷൻ ഹോം കോഴിക്കോട്ടും ആൺകുട്ടികളുടേത് ചേർത്തല മായിത്തറയിലുമാണ്. കേസിൽ പ്രതികളായ 3 ആൺകുട്ടികളും മായിത്തറയിലെ ഒബ്സർവേഷൻ ഹോമിലാണുള്ളത്. പെൺകുട്ടിയെ ചോദ്യം ചെയ്യാനായി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉൾപ്പെടുന്ന മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. പ്രശ്നങ്ങൾ നിറഞ്ഞ കുടുംബാന്തരീക്ഷം കുട്ടിയുടെ മാനസിക നിലയെ ബാധിച്ചിട്ടുണ്ടാകാം എന്നാണ് പോലീസിന്റെ നിഗമനം. അതേസമയം കൊല്ലപ്പെട്ട വയോധികന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. കൗമാര സംഘത്തിന്റെ ക്രൂരതയ്ക്കിരയായി കൊല്ലപ്പെട്ട കരുവാറ്റയിലെ വയോധികൻ ശിവൻകുട്ടിക്ക് ചിതയൊരുങ്ങിയത് മക്കൾക്കായി പണിയുന്ന വീടിന് സമീപത്താണ്. പുതിയ വീട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസമാക്കാൻ സ്വപ്നം കണ്ടു കഴിഞ്ഞ വ്യക്തിയാണ്. ദിവസവും പണികൾ നോക്കി നടത്തിയ അച്ഛന് മകളുടെ വീടിന്റെ മുറ്റത്താണ് അന്ത്യനിദ്ര. മകളുടെ പ്രസവത്തിനായി ഭാര്യയും കുടുംബവും ആശുപത്രിയിലായിരുന്നപ്പോഴായിരുന്നു കരുവാറ്റയെ നടുക്കിയ കൊലപാതകം. മക്കൾക്കായി 2 വീടുകൾ നിർമ്മിക്കുകയായിരുന്നു. ഒന്ന് ഏകദേശം പൂർത്തിയായി, മറ്റൊന്നിന്റെ ഫൗണ്ടേഷൻ ജോലികൾ പുരോഗമിക്കുകയാണ്. വിദേശത്തുള്ള മകൾ എത്തുന്നതുവരെ സൂക്ഷിച്ചിരുന്ന മൃതദേഹം മകൾ എത്തിയതോടെ ഏറ്റുവാങ്ങി സംസ്കാരം നടത്തുകയായിരുന്നു. അതേസമയം ഈ സംഘത്തിലെ ആൺകുട്ടികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇതിനായി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് അപേക്ഷ നൽകുന്നു. കുറ്റകൃത്യ ഗൂഢാലോചനയിൽ മുഖ്യ പങ്ക് വഹിച്ച പെൺകുട്ടിയെ ശിശുക്ഷേമ സമിതി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 65 വയസ്സുകാരൻ ശിവൻകുട്ടിയെ കരുവാറ്റ മാടപ്പുരയ്ക്കുള്ള വാടക വീട്ടിലാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകത്തിന് പിന്നിൽ ശിവൻകുട്ടിയുടെ 13 വയസ്സ് മാത്രം പ്രായമുള്ള 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ബന്ധുവും പ്രായപൂർത്തിയാകാത്ത മറ്റ് 3 ആൺ സുഹൃത്തുക്കളുമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയായിരുന്നു. കുടുംബത്തിലെ സാഹചര്യങ്ങളും വ്യക്തിപരമായ വൈരാഗ്യവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.